ഉദ്യോഗാർത്ഥികളെ BFAയുടെ ഇംഗ്ലീഷിന്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 11/2026 ആണ്. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. മൂന്ന് ക്ലാസ് കാണാത്തവര് കാണുക കേട്ടോ. The treasure was buried dash an old oak tree. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? പ്രിപ്പോസിഷനിൽ നിന്ന് വന്ന ചോദ്യമാണ് അല്ലേ? അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരിക? The treasure was buried dash an old oak tree. ഇവിടെ എന്ത് വരും? beneath ആണ്. എന്താണ് beneath എന്ന് പറഞ്ഞാൽ അടിയിൽ എന്നാണ് അർത്ഥം കേട്ടോ. beneath പറഞ്ഞാൽ എന്താണ്? അടിയിൽ എന്നതാണ് അതിന്റെ അർത്ഥം വരുന്നത്. താഴെ അല്ലെങ്കിൽ അടിയിൽ എന്നൊക്കെ അർത്ഥം വരും. അടിയിൽ അല്ലെങ്കിൽ താഴെ എന്ന മീനിങ്ങിലാണ് വരുന്നത്. അതായത് ഇവിടെ എന്താ പറഞ്ഞത്? The treasure was buried an old oak tree. സാധാരണയായിട്ട് മരത്തിന്റെ വേരുകൾക്ക് താഴെ അല്ലെ, മരത്തിന്റെ താഴെയാണ് എന്ത് പറയുന്നത്? കുഴിച്ചിടാറുള്ളത്. നമ്മൾ എന്തെങ്കിലും കുഴിച്ചിടുക എന്ന് പറയുമ്പോൾ മരത്തിന്റെ താഴെയാണ്, മരത്തിന്റെ അടിയിലാണ് കുഴിച്ചിടാറുള്ളത് എന്നാണ് പറയുന്നത്. ഇനി അറ്റ് വരണമെങ്കിൽ എങ്ങനെയായിരിക്കണം? ഒന്നുമില്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലം അല്ലെ, അല്ലെങ്കിൽ ഒരു പോയിന്റ്, ഒരു പ്രത്യേക പോയിന്റിനെ സൂചിപ്പിക്കാൻ, ഒരു പ്രത്യേക സ്ഥലത്തിനെയോ അല്ലെങ്കിൽ ഒരു പോയിന്റിനെ സൂചിപ്പിക്കാനോ ആണ് ഇത് ഉപയോഗിക്കുക, അറ്റ് എന്നത് ഉപയോഗിക്കുക. ഇനി ഇന്ന് ഉപയോഗിക്കുക എന്താണ്? ഉള്ളിൽ എന്നതാണ് അർത്ഥം അല്ലെ. ഇവിടെ ഉള്ളിലേക്ക് ഉള്ളിൽ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു ഇവിടെ മരമുണ്ട്, ഇതിന്റെ മരത്തിന്റെ ഉള്ളിലാണ് മരത്തിന്റെ കുഴിച്ചിടുക? ഇതിനുള്ളിലാണ് കുഴിച്ചിടുന്നത്? അല്ല, ഇതിന്റെ അടിയിലാണ് അല്ലെ, ഇവിടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ബിനീത്ത് എന്ന് വന്നത്. മനസ്സിലായോ? അപ്പൊ ഇൻ പറഞ്ഞ എന്താണ്? ഇൻ എന്താ? മരത്തിന്റെ, അപ്പൊ ഇന്ന് ഇവിടെ സൂചിപ്പിച്ചാൽ മരത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടുക എന്നാകും. അപ്പൊ അത് വരില്ല. അപ്പൊ ബിനീത്ത് എന്ന് പറഞ്ഞാൽ അടിയിൽ അല്ലെങ്കിൽ താഴെ എന്നതൊക്കെയാണ് അർത്ഥം വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ള ചോദ്യമാണ്. ഫ്യൂ പീപ്പിൾ അണ്ടർസ്റ്റുഡ്. തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? തന്നിരിക്കുന്ന സെന്റൻസ് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ആൻസർ എന്തായിരിക്കണം? ടാഗ് പോസിറ്റീവ് ടാഗിൽ ആയിരിക്കണം. അപ്പൊ തന്നെ നോട്ട് വന്നിട്ടുള്ള 2 നെഗറ്റീവ് ടാഗിനെയും ഒഴിവാക്കി. ഇനി ഇവിടെ ഫ്യൂ പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പീപ്പിൾ എന്താണ്? പീപ്പിൾ എന്ന് പറയുന്നത് ഒരു പ്രോനോൺ ആണ് അല്ലെ. ഇവിടെ ഒരു പ്രോനോൺ ആണ് ഏത്? പീപ്പിൾ എന്ന് പറയുന്നത്. എന്നാൽ അണ്ടർസ്റ്റുഡ് പറഞ്ഞാൽ എന്താണ്? അതൊരു വെർബ് ആണ് അല്ലെ, വെർബ് ആണ്. അപ്പൊ മനസ്സിലായല്ലോ? പീപ്പിൾ എന്ന് പറയുന്നത് പ്രൊനോണും ആണ് പ്ലൂറലുമാണ് അല്ലെ. പീപ്പിൾ പറഞ്ഞാൽ എന്താണ്? എന്താണ്? അതൊരു പ്ലൂറൽ ആണ്. പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വരണം? ദേ എന്നുള്ള ഓപ്ഷൻ വരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ദേ എന്നുള്ളത് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി ഹാഡ് ആണോ ഡിഡ് ആണോ എന്ന് തിരിച്ചറിയണം. ഇവിടെ അണ്ടർസ്റ്റുഡ് അല്ലെ. അണ്ടർസ്റ്റുഡ് എന്ന് പറയുമ്പോൾ അത് ഏത് സെന്റൻസ് ആണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അതായത് ഭൂതകാലം, കഴിഞ്ഞ കാലം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഭൂതകാലം. അപ്പൊ അണ്ടർസ്റ്റുഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട്, കഴിഞ്ഞതായതുകൊണ്ട് തന്നെ അവിടെ ഏത് വരണം? ഡിഡ് എന്നായിരിക്കണം വരേണ്ടത്. ഡിഡ് ദേ ആണ് ആൻസർ. ഹി ഡാഷ് ദി ഡോക്യുമെന്റ്സ് ബിഫോർ സൈനിങ് അല്ലെ. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഒരു ഡോക്യുമെന്റ് സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഡോക്യുമെന്റ് എപ്പോഴും എന്ത് ചെയ്യണം? നോക്കിയിരിക്കണം അല്ലെ, വായിച്ചിരിക്കണം. അതാണ് കറക്റ്റ് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ലുക്ക്ഡ് ഓവർ ആണ്. ലുക്ക്ഡ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം? വേഗത്തിൽ പരിശോധിക്കുക എന്ന അർത്ഥത്തിലാണ്. പരിശോധിക്കുക എന്ന അർത്ഥത്തിലാണ് ലുക്ക്ഡ് ഓവർ എന്ന് പറയുന്നത്. ഒപ്പിടുന്നതിന് മുമ്പ് നമ്മൾ ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യണം? പരിശോധിക്കുക അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താണ്? പരിശോധിക്കുക അല്ലെങ്കിൽ നോക്കുക എന്ന അർത്ഥത്തിലാണ് ലുക്ക്ഡ് ഓവർ വരുന്നത്. ഇനി ലുക്ക്ഡ് ഔട്ട് എവിടെ സൂചിപ്പിക്കും? ബി കെയർഫുൾ എന്നുള്ള സെന്റൻസ് ആണ്. ആ സെന്റൻസ് ഒരു കെയർഫുൾ, അതായത് ശ്രദ്ധിക്കുക എന്ന അർത്ഥത്തിലാണ്. ബി കെയർഫുൾ എന്ന അർത്ഥത്തിലാണ് ഇത് വരേണ്ടത്? ലുക്ക്ഡ് ഔട്ട് വരേണ്ടത്. ബി കെയർഫുൾ ആണ് ലുക്ക്ഡ് ഔട്ട് വരേണ്ടത്. എങ്കിൽ ലുക്ക്ഡ് ആഫ്റ്റർ എന്താണ്? ടേക്ക് കെയർ. ടേക്ക് കെയർ അതായത് സംരക്ഷിക്കുക. ഒരു വാക്കില് എന്തെങ്കിലും ഒരു കാര്യത്തിനെ സംരക്ഷിക്കുക എന്ന അർത്ഥത്തിലാണെങ്കിൽ അവിടെ ലുക്ക്ഡ് ആഫ്റ്റർ വരണം. ഇനി ലുക്ക്ഡ് അപ്പ് എന്താണ്? സെർച്ച് ഫോർ, സെർച്ച് ആണ്. സെർച്ച് അതായത് തിരയുക എന്ന അർത്ഥത്തിലാണ്. മനസ്സിലായോ? ലുക്ക്ഡ് അപ്പ് എന്താണ്? ഒരു പുസ്തകത്തില് എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പുസ്തകത്തിൽ നോക്കിയിട്ട് എന്തെങ്കിലും തിരയും അല്ലെ. എന്തെങ്കിലും ഒരു പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ അതിൽ സെർച്ച് ചെയ്യും അല്ലെ. സെർച്ച് ഫോർ ഇൻഫർമേഷൻ അല്ലെ. ഒരു പുസ്തകത്തിലോ അല്ലെങ്കിൽ ഒരു ലിസ്റ്റിലൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? തിരയാണ്. സെർച്ച് ഫോർ ഇൻഫർമേഷൻ എന്നതാണ്
ഇതാണ് ലുക്ക്ഡ് അപ്പിന്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഡിക്ഷണറിയിൽ ഒരു വാക്ക് തരികയും അല്ലെ, അങ്ങനെ പല പല കാര്യങ്ങളില്ലേ സെർച്ച് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ലുക്ക്ഡ് ഓവർ എന്ന് പറയുമ്പോൾ പരിശോധിക്കുക അല്ലെങ്കിൽ നോക്കുക എന്ന അർത്ഥത്തിലും, ലുക്ക്ഡ് ഔട്ട് ബി കെയർഫുൾ എന്ന അർത്ഥത്തിലും, ലുക്ക്ഡ് ആഫ്റ്റർ ടേക്ക് കെയർ എന്ന അർത്ഥത്തിലും, ലുക്ക്ഡ് അപ്പ് സെർച്ച് എന്ന അർത്ഥത്തിലുമാണ് ഉപയോഗിക്കുന്നത്. He made a dash talking to his friend loudly during the ceremony. ഇത് ഏതിൽ നിന്നാണ്? ഫോറിൻ വേർഡ്സിൽ നിന്നുള്ള വാക്കാണ് അല്ലേ. അപ്പൊ ഇവിടെ ഏതാണ് വരും? ഇവിടെ എന്താണ് അർത്ഥം വരുന്നത്? അതായത് ഒരു ചടങ്ങിനിടെ, ഒരു സെറമണി നടക്കുന്ന സമയത്ത് സുഹൃത്ത്, നമ്മളിപ്പോ നമ്മുടെ ഒരു സെറമണി നടക്കുകയാണ്, നമ്മൾ 2-3 പേരുണ്ടാകും. ഇപ്പൊ നമ്മുടെ സുഹൃത്തിനോട് ഒരു ഉച്ചത്തിൽ സംസാരിക്കുന്ന സമയത്ത് അതെന്താണ്? ഒരു മര്യാദകൾക്ക് നിരക്കാത്ത ഒരു തെറ്റാണ് അല്ലെ. അത് കാരണം ആ ഒരു സദസ്സിൽ നിന്നിട്ട് ഫ്രണ്ടിനോട് ഉച്ചത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതൊരു മര്യാദകേടാണ് അല്ലെ. ആ മര്യാദകേട് അല്ലെ, മര്യാദകൾക്ക് നിരക്കാത്ത ഒരു തെറ്റാ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഏത് വരിക? ഫോക്സ് പാസ് എന്ന് പറയുന്നത്. അതായത് ഒരു മര്യാദകേട് കാണിക്കുന്നതിനെയാണ് കേട്ടോ ഏത് പറയുന്നത്? ഫോക്സ് പാസ് എന്ന് പറയുന്നത്. ഇനി ക്ലീഷേ പറഞ്ഞത് എന്താ? ക്ലീഷേ പലതവണ ഉപയോഗിച്ചിട്ട് പഴകിപ്പോയ ഒരു പ്രയോഗം. ഇപ്പൊ നമ്മൾ ഒരു പ്രയോഗം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് പലതവണ ഇങ്ങനെ ആ പദം തന്നെ ഉപയോഗിക്കുകയാണ്, പലതവണ ആ പ്രയോഗം നമ്മൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് എന്താകും? ആ പ്രയോഗം പഴകിപ്പോകും അല്ലെ. അതിനെയാണ് എന്ത് പറയുന്നത്? ക്ലീഷേ എന്ന് പറയുന്നത്. പലതവണ ഉപയോഗിച്ചിട്ട് പഴകിപ്പോയ പ്രയോഗം, പഴകിപ്പോയ പ്രയോഗം അല്ലെങ്കിൽ ആശയം എന്നൊക്കെ എന്ത് ചെയ്യാം? ക്ലീഷേക്ക് പറയാം. ഇനി അടുത്തത് എന്താണ്? ഡേഷാവു അല്ലെ. ഇതിനെ എങ്ങനെ വായിക്കുക? ഡേഷാവു എന്നാണ് പറയാ അല്ലെ. പക്ഷെ നമുക്ക് നോർമലി നമ്മളിപ്പോ വായിക്കുകയാണെങ്കിൽ ഡെജാവു എന്നൊക്കെ പറയാം അല്ലെ. ഡേഷാവു എന്താ? ഡേഷാവു അതായത് ഇപ്പൊ ഒരു സംഭവം നടക്കുകയാണ്, ഇപ്പൊ ഒരു സംഭവം നടക്കുന്ന കാര്യം നമുക്ക് തോന്നുകയാണ്, ഇത് മുമ്പ് ഒന്ന് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അതാണ് ഇത് ഡേഷാവു എന്ന് പറയുന്നത്. ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം മുൻപും എപ്പോഴോ സംഭവിച്ചിട്ടുള്ളതായിട്ട് തോന്നുന്ന നമ്മുടെ മാനസികാവസ്ഥയാണ് ഡേഷാവു എന്ന് പറയുന്നത്. ഇനി ബോൺ വോയേജ് എന്താ? ഒരാൾക്ക് നമ്മൾ യാത്രയയപ്പ് നൽകുന്ന സമയത്തെ ശുഭയാത്ര നേരും അല്ലെ, നേരാൻ ഉപയോഗിക്കുന്ന വാക്കാണ് അല്ലെ. നമ്മൾ പറയും ഓൾ ദി ബെസ്റ്റ് എന്ന് പറയും അല്ലെ, അല്ലെങ്കിൽ ഒരു അല്ലെ എല്ലാ ആശംസകളും നൽകുന്നു എന്നൊക്കെ പറയും അല്ലെ. അങ്ങനെ ശുഭയാത്ര നേരാൻ ഉപയോഗിക്കുന്ന, ശുഭയാത്ര നേരാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പൊ നമ്മൾ പല സന്ദർഭങ്ങളിലും പല വാക്കുകൾ ഉപയോഗിക്കും. ഇപ്പൊ ഒരു യാത്രയയപ്പ് നൽകുന്ന സമയത്ത് ഇപ്പൊ ഒരു അധ്യാപകർ റിട്ടയർഡ് ആകണം, അപ്പൊ അവിടെ കൂടെയുള്ള അധ്യാപകരും പല പ്രയോഗങ്ങളായിരിക്കും ശുഭയാത്രയിൽ നേരുക അല്ലെ. അങ്ങനെ ഏതൊരു അവസ്ഥയിലാണെങ്കിലും ഒരു യാത്രയയപ്പ് നൽകുന്ന സമയത്ത് ശുഭയാത്ര നേരാൻ ഉപയോഗിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? ബോൺ വോയേജ് ഉപയോഗിക്കുന്നത്. Teacher made them write an essay can be reframed as. ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ സെന്റൻസ് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇത് ഏതിലാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ തന്നിരിക്കുന്ന സെന്റൻസ് ഏതിലാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പൊ ആൻസർ എഴുതുമ്പോഴും ഏത് തന്നെ എഴുതണം? സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ എഴുതണം. ഒരിക്കലും ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ടെൻസിൽ മാറ്റം വരാൻ പാടില്ല. ഏത് ടെൻസിലാണോ ആക്റ്റീവ് വോയിസ് തന്നിരിക്കുന്നത് അതേ ടെൻസിൽ തന്നെ എന്ത് ചെയ്യണം? പാസീവ് വോയിസിലേക്ക് മാറ്റണം. അതേപോലെ തന്നെ നോക്ക്, ഇവിടെ ING ഫോം വന്നു, കണ്ടിന്യൂസ് ഫോം വന്നു അല്ലെ. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നാൽ പാസീവ് വോയിസിന് സിമ്പിൾ പാസ്റ്റ് തന്നെ ആയിരിക്കണം. ഇത് കണ്ടിന്യൂസ് ഫോം ആണ്, ആൻസർ തെറ്റാണ്. കണ്ടോ, ബീയിങ് വന്നു. അതേപോലെ തന്നെ നോക്ക്, ഹാഡ് ബീൻ. ഇവിടെ എന്തിനാ ഹാഡ് ബീൻ യൂസ് ചെയ്തിരിക്കുന്നത്? ഇതൊരു പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതും ആൻസർ അല്ല. ഇനി അതേപോലെ ഇവിടെ നോക്ക്, the teacher made them write an essay. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? റൈറ്റ് ആൻഡ് യെസ്. ദ ടീച്ചർ മെയ്ഡ് ദം അല്ലേ, ദം. അപ്പൊ ഇവിടെ എന്താ വന്നു? ദേ ആയി അല്ലേ. ദേ എന്തായി? ദേ വേർ മെയ്ഡ് കഴിയുന്ന സമയത്ത് പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് റൂളാണ്, മെയ്ഡ് കഴിഞ്ഞാൽ മെയ്ഡ് എന്ന വാക്കിന് ശേഷം എന്ത് ചേർക്കണം? ടു ചേർത്ത് മാത്രമേ അടുത്ത ക്രിയ എഴുതാൻ പാടുള്ളൂ. ശ്രദ്ധിക്കണം കേട്ടോ. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ മെയ്ഡ് കഴിഞ്ഞിട്ട് എപ്പോഴും എന്തുണ്ടാകണം? ടു എന്ന് ഉണ്ടാകണം. മെയ്ഡ് ടു റൈറ്റ് ആൻഡ് യെസ്. അപ്പൊ ആൻസർ ഏത് വരും? എ വരും. ഇവിടെ മെയ്ഡ് കഴിഞ്ഞിട്ട് എന്തില്ല? ടു എന്നുള്ളതില്ല. അപ്പൊ ഇതും എന്തായി?
തെറ്റായി. They were made to write an essay. Between you and dash this plan might fail. ഇവിടെ എങ്ങനെയാണ് ആൻസർ വരിക? നമുക്ക് ഇതിൽ എന്താണെന്നറിയോ റൂള്? ഈ between എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇതൊരു പ്രിപ്പോസിഷൻ ആണ്. മനസ്സിലായോ? between എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രിപ്പോസിഷൻ ആണ്. ഈ പ്രിപ്പോസിഷൻ നിയമം അനുസരിച്ചിട്ട് ഈ between വന്നതുകൊണ്ട് തന്നെ തന്നിട്ടുള്ള സെന്റൻസിൽ പ്രിപ്പോസിഷൻ ആയിട്ടുള്ള between വന്നതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ആൻസർ എഴുതുന്ന സമയത്ത് ഈ പ്രോനൗണുകൾ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഒന്നുമില്ലെങ്കിൽ me അല്ലെങ്കിൽ us അല്ലെങ്കിൽ ഹിം, ഹെർ, ദം തുടങ്ങിയ ഏതാണ് പ്രോനൗൺസുകൾ മാത്രമാണ് എഴുതാൻ പാടുള്ളൂ. മീ, അസ്, ഹിം, ഹെർ, ദം ഇതൊക്കെ എന്താണ്? പ്രോനൗൺ ആണ് അല്ലേ? അതായത് ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആയിട്ട് വരും. അപ്പൊ ഇവിടെ ആൻസർ നോക്കിക്കേ, ബിറ്റ്വീൻ യു നീയും പിന്നെ ഞാൻ എന്നെ അല്ലേ എന്താണ്? അപ്പൊ ഇവിടെ ഐ നേർക്കാൻ പാടുമോ? ഐ എന്നൊരിക്കലും എഴുതാൻ പാടില്ല. ഇവിടെ ഐ എന്നൊരിക്കലും വരാൻ പാടില്ല. കാരണം ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷൻ വന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒബ്ജക്റ്റീവ് പ്രോനൗൺസ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അതുകൊണ്ട് ഏതാണ് ഉപയോഗിക്കുക? ഐക്ക് പകരം ഞാൻ എന്നുള്ളത് എന്നെ എന്നുള്ളത് അർത്ഥമാക്കണം അല്ലെ? മീ. ദിസ് പ്ലാൻ മൈറ്റ് ഫെയിൽ. You dash understood it better if you had listened carefully. If clause ലാണ് നമുക്കറിയാം, ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും അല്ലേ? ഹാഡ് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് V3 വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഇതൊക്കെ പെട്ടെന്ന് നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. എപ്പോഴും ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് എന്താണ്? നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയണം. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇഫ് യു ഹാഡ് കഴിഞ്ഞിട്ട് V3 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് വുഡ് ഹാവ് ആയിരിക്കും. വുഡ് ഹാവ് പ്ലസ് V3 ഫോം ആയിരിക്കും. അപ്പൊ ഇവിടെ ഏതാണ്? വുഡ് ഹാവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ? ഇത് സെന്റൻസ് ഏതാണ്? തേർഡ് കണ്ടീഷണൽ സെന്റൻസ് ആണ്. തേർഡ് കണ്ടീഷണൽ സെന്റൻസ് ആണ് തന്നിട്ടുള്ളതിൽ. എങ്ങനെയായിരിക്കും? ഇഫ് ക്ലോസിൽ എങ്ങനെയായിരിക്കും? ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ? ഇഫ് കഴിഞ്ഞാൽ ഏതായിരിക്കണം? ഇഫ് കഴിഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് പറഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? ഹാഡ് പ്ലസ് V3 ഫോം ആയിരിക്കും. The bikers had a moonlit dash by the riverside. തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കറക്റ്റ്? ഇവിടെ തന്നിരിക്കുന്നതിലെ കറക്റ്റ് വാക്ക്, അതായത് കറക്റ്റ് എല്ലാം ഒരേ സെയിം വേർഡ് ആണ് അല്ലേ? അപ്പൊ കറക്റ്റ് സ്പെല്ലിംഗ് വരുന്ന കറക്റ്റ് അർത്ഥം വരുന്ന വാക്ക് ഇവിടെ ഡാഷിന്റെ അവിടെ ഏത് വരും? അതായത് ഇതിന്റെ അർത്ഥം എന്താണ്? മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ആളുകൾ തമ്മിൽ അല്ലേ എന്താണ് കാണുന്നതിനെയോ അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തുന്ന സ്ഥലത്തെയോ ആണ് എന്തു പറയുക? റെൻഡസ് വാസ്. അതാണ് ഡി ആണ് ഓപ്ഷൻ വരുന്നത്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. RENDE റെൻഡ്. കണ്ടോ? റെൻഡ്. ഇവിടെ ഈ സെഡ് എന്ന ഉച്ചാരണമില്ലേ? ഈ സെഡ് എന്ന ഉച്ചാരണം ഒരിക്കലും പുറത്തോട്ട് വരില്ല കേട്ടോ. അത് സൈലന്റ് ലെറ്ററിലാണ് കിടക്കുന്നത്. റെൻഡ് വോസ്. കണ്ടോ? അപ്പോൾ VOUS. ഒരിക്കലും സെഡ് എന്നുള്ളത് എന്താണ്? സൈലന്റ് ലെറ്റർ ആണ്. അവിടെ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. That designer dress cost her an arm and leg. ഇഡിയമാണ്. എന്താണ് arm and legന്റെ? arm and legന്റെ മീനിങ് എന്താണ് വരേണ്ടത്? അതായത് ഇവിടെ നമ്മൾ arm and leg എന്ന് പറയുമ്പോൾ വളരെയധികം വില കൂടുതലാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? നല്ല എക്സ്പെൻസീവ് ആണ്, കോസ്റ്റ്ലി ആണ് എന്നൊക്കെ അർത്ഥത്തിലാണ് ഉപയോഗിക്കുക കേട്ടോ. എക്സ്പെൻസീവ്ലി ആണ്, അതുപോലെ തന്നെ കോസ്റ്റ്ലി ആണ് എന്നൊക്കെ അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുക? ആം ആൻഡ് ലെഗ് ഉപയോഗിക്കുന്നത്. വളരെയധികം വില കൂടുതലാണ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആം ആൻഡ് ലെഗ് എന്ന് പറയുമ്പോൾ ദി ഡ്രസ് ഈസ് എക്സ്ട്രീംലി കോസ്റ്റ്ലി. കണ്ടോ? ദി ഡ്രസ് ഈസ് എക്സ്ട്രീംലി കോസ്റ്റ്ലി, വളരെ വില കൂടുതലാണ് എന്ന അർത്ഥത്തിലാണ് ആം ആൻഡ് ലെഗ് ഉപയോഗിക്കുന്നത്. നമുക്ക് SSCRTയിലുള്ള ഗ്ലോസറി നോക്കാം. അബാഷ് എന്താണ്? ടു ഹിൻഡർ. അബാഷ് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ തടയുക എന്ന അർത്ഥത്തിലാണ്. തടസ്സപ്പെടുത്തുക എന്ന മീനിങ് ആണ് അബാഷ് വരുന്നത്. ബ്രൈറ്റ് ഡിസീസസ് എന്ന് പറഞ്ഞാൽ വൃക്കരോഗമാണ് കേട്ടോ. വൃക്കരോഗമാണ് ബ്രൈറ്റ് ഡിസീസസ്, ഡിസീസസ് ഓഫ് ദി കിഡ്നി. ഇനി ബട്ട് എന്താ?
to hit or push with one's head. തലകൊണ്ട് മുട്ടുകയോ അല്ലെങ്കിൽ തള്ളുകയോ ഒക്കെ ചെയ്യുകയില്ലേ? തലകൊണ്ട് മുട്ടുക അല്ലെങ്കിൽ തള്ളുക എന്ന അർത്ഥത്തിലാണ് but വരുന്നത്. ഇനി chant എന്താണ്? താളാത്മകമായിട്ട് ചൊല്ലുക. To repeat words in a rhythmic way. താളാത്മകമായി നമ്മൾ ഒരു വരിയും അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ അതിനെ ആ താളാത്മകമായിട്ട് ചൊല്ലുന്നതിനെയാണ് പറയുന്നത്. കോളറ എന്താ? And infectious diseases of the small intestine. അല്ലേ? കോളറ നമുക്ക് അറിയാം, വിഷൂചിക അല്ലേ? അതാണ് ചെറുകുടലിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഇത് കോളറ എന്ന് പറയുന്നത്. വയറിളക്കവും ഛർദിയും ഒക്കെ ഉണ്ടാവും അല്ലേ? ഇനി അടുത്തത് കൊവാളി. കോൾ എന്താ? ലാക്കിംഗ് കറേജസ്, പേടിയുള്ള. ലാക്കിംഗ് കറേജ് പറഞ്ഞാൽ എന്താണ്? പേടിയുള്ള അല്ലെങ്കിൽ ഭീരുത്വമുള്ള എന്ന അർത്ഥത്തിലാണ് കൊവാളി എന്ന് പറയുന്നത്. ഇനി എന്താണ് അടുത്തത്? ഡിക്രിപ്റ്റ് അല്ലേ? എന്താണ് ഡിക്രിപ്റ്റ് അല്ലേ? വീക്ക് ആൻഡ് ഫീബിൾ എന്താണ്? ക്ഷീണിച്ച അല്ലെങ്കിൽ ജീർണിച്ച അല്ലെങ്കിൽ തളർന്ന എന്നൊക്കെ അർത്ഥത്തിലാണ് എന്ന് പറയുന്നത്. ഇനി എന്താണ് അടുത്തത്? ഡിഫ്തീരിയ അല്ലേ? ഡിഫ്തീരിയ തൊണ്ടമുള്ള് അല്ലേ? ഡിഫ്തീരിയ നമ്മൾ ബയോളജിയിൽ പഠിക്കുന്നതാണ്. ഡിഫ്തീരിയ എ സീരിയസ് ഇൻഫെക്ഷൻ ഓഫ് ദി ത്രോട്ട് ആൻഡ് നോസ്. തൊണ്ടയെയും മൂക്കിനെയും ബാധിക്കുന്ന ഗുരുതരമായ ഒരു പകർച്ചവ്യാധിയാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. അടുത്തത് ഗൗട്ട് അല്ല ഗെയിൽ അല്ലേ? എന്താ ഗെയില്? കൊടുങ്കാറ്റാണ്. വെരി സ്ട്രോങ് വിൻഡ് ആണ് കേട്ടോ. കൊടുങ്കാറ്റാണ് ഗെയിൽ. ഇതൊക്കെ ചോദ്യങ്ങൾ വരും കേട്ടോ. കൊടുങ്കാറ്റൊക്കെ നോക്കിക്ക് വെക്കണേ ഗെയിൽ. ഇനി ഗൗട്ട് എന്താ? എ ഫോം ഓഫ് ആർത്രൈറ്റിസ് അല്ലേ? ഗൗട്ട് പറഞ്ഞാൽ വാദമില്ലേ? വാദം വന്നു എന്നൊക്കെ പറയാറില്ലേ? ഈ സന്ധികളിലൊക്കെ കടുത്ത വേദന, വീക്കം ഉണ്ടാകുന്ന രോഗമാണ്. അടുത്തത് ഹേ ഫീവർ ആൻഡ് അലർജിക് റിയാക്ഷൻ ടു പോളൻ. എന്താണ്? അലർജിപ്പനിയാണ് കേട്ടോ. അലർജിപ്പനിയാണ്. അതായത് ഈ ഹേ ഫീവർ പറയുമ്പോൾ നമ്മളെ ഈ പൂവിൻ്റെ നെട്ടിയൊക്കെ അങ്ങനെ പൂമ്പൊടിയിലൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ ഒന്ന് മണത്ത് കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിൽ കൂടെ എന്തെങ്കിലും ഒന്ന് കയറും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ തുമ്മാൻ തുടങ്ങും അല്ലേ? അങ്ങനെ മൂക്കിലും കണ്ണിലൊക്കെ ഉണ്ടാകുന്ന ഒരു തരം അലർജിയാണ് ഹേ ഫീവർ എന്ന് പറയുന്നത്. അടുത്തത് ഹെഡ്ജ്. എ ഫെൻസ് ഓഫ് ബുഷസ് ഓർ സ്മോൾ ട്രീസ്. ഹെഡ്ജ് പറയുന്നത് വേലിയാണ് കേട്ടോ. ഹെഡ്ജ് പറയുന്നതാണ് വേലി. ചെറിയ ചെടികളോ കുറ്റിച്ചെടികളൊക്കെ നിരനിരയായിട്ട് നമ്മൾ നട്ടുപിടിപ്പിച്ചും കൊണ്ട് എന്ത് ചെയ്യും? ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു വേലി ഉണ്ടാക്കല്ലേ? വേലിക്ക് പകരം നമ്മൾ മതിലൊക്കെ കെട്ടുന്നതിന് പകരം ചെറിയ ചെറിയ കുറ്റിച്ചെടികളെ മതിൽ പോലെ ആക്കില്ലേ? അതിനെയാണ് ഹെഡ്ജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഹൗസ് മെയ്ഡ് നീ. എ സ്വെല്ലിംഗ് ഓഫ് ദി നീസ് ആണ്. എന്താണ്? നമ്മൾ ഈ മുട്ടിലെ വീക്കമാണ് കേട്ടോ. ഹൗസ് മെയ്ഡ് നീ എന്ന് പറയുന്നത് എ സ്വെല്ലിംഗ് ഓഫ് ദി നീസ്. അതായത് തുടർച്ചയായിട്ട് മുട്ടുകുത്തി നിൽക്കുന്നത് മൂലം മുട്ടിന് മുൻപിൽ ഉണ്ടാകുന്ന നീരും വീക്കവും ഒക്കെയാണ് ഹൗസ് മെയ്ഡ് നീ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? അടുത്തത് ഇൻഡോളൻലി അല്ലേ? ഇൻഡോളൻലി പറയുമ്പോൾ ലേസിലി, മടിയോടെ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് എന്താണ്? മാലഡി, രോഗമാണ്. അതായത് ഒരു രോഗം അല്ലെങ്കിൽ ഒരു അസുഖം, ഇതൊക്കെയാണ് ഇത് മാലഡി എന്ന് പറയുന്നത്. അടുത്തത് പേയ്മെന്റ്, ഫുട്പാത്ത് ആണ്. എന്താണ്? നടപ്പാത ഫുട്പാത്ത്. അടുത്തത് ഫാർമക്കോളജി. എന്താ ഫാർമക്കോളജി? ഔഷധശാസ്ത്രമാണ്. മെഡിസിൻ ഫോർ അല്ലെങ്കിൽ എ ലിസ്റ്റ് ഓഫ് ഇൽനെസ്. ഫാർമസി നമുക്കറിയാം, ഡിസ്പെൻസറി ഓഫ് മെഡിസിൻസ്. അടുത്തത് എന്താ? പ്രൊസഷൻ എന്ന് പറഞ്ഞാൽ എ ലൈൻ ഓഫ് പീപ്പിൾ ഓർ വെഹിക്കിൾസ് മൂവിങ് സ്ലോലി. പ്രൊസഷൻ എന്താണ്? ആളുകളോ വാഹനങ്ങളോ ഒക്കെ നമ്മൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ നീങ്ങില്ലേ? സ്ലോലി ആയിട്ട്. അതാണ് പ്രൊസഷൻ എന്ന് പറയുന്നത്. വരും കേട്ടോ. ഈ ചോദ്യങ്ങൾക്ക് നന്നായിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. എ ലൈൻ ഓഫ് പീപ്പിൾ ഓർ വെഹിക്കിൾസ് മൂവിങ് സ്ലോലി, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രൊസഷൻ. എന്താണ്? പ്രൊസഷൻ. ഘോഷയാത്ര അല്ലെങ്കിൽ വിലാപയാത്ര എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. അടുത്തത് സ്കാർലറ്റ് ഫീവർ ആൻഡ് infectious diseases that causes red marks on the skin. എന്താണ്? സ്കാർലറ്റ് ഫീവർ, സ്കാർലറ്റ് പനി എന്ന് പറഞ്ഞ ശരീരത്തിൽ ചുവന്ന പാടുകൾ, തിണർപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു തരം പകർച്ചവ്യാധിയാണ് സ്കാർലറ്റ് ഫീവർ എന്നറിയപ്പെടുന്നത്. അടുത്തത് സീസ്. എന്താ സീസ്? ടു ടേക്ക് ബൈ ഫോഴ്സ്. എന്താ ടു ടേക്ക് ബൈ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്? സീസ് എന്ന് പറയുമ്പോൾ ബലമായി വാങ്ങുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുക എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അടുത്തത് സ്ക്യൂസ്. എന്താ?
to press with one's palm and fingers. ഉള്ളം കൈയും വിരലുകളൊക്കെ ഉപയോഗിച്ചിട്ട് അമർത്തുക, ഞെക്കുക, പിഴിയുക എന്നൊക്കെ അർത്ഥത്തിലാണ് സ്ക്യൂസ് വരുന്നത്. അടുത്തത് ടെയിൽ ബോർഡ്. To rear entrance of vehicles. ടെയിൽ ബോർഡ് പിൻവാതിൽ, വാഹനങ്ങളുടെ പിൻവാതിലാണ് ടെയിൽ ബോർഡ്. ടു റിയർ എൻട്രൻസ് ഓഫ് വെഹിക്കിൾസ് ആണ് പിൻവാതിൽ. ഏതിന്റെ? വാഹനങ്ങളുടെ പിൻവാതിൽ. സാധനങ്ങൾ കയറ്റുന്ന വണ്ടികളോ ട്രക്കുകളുടെയൊക്കെ പിന്നിൽ തുറക്കാൻ കഴിയുന്ന പലക അല്ലെങ്കിൽ വാതിൽ എന്നൊക്കെ അർത്ഥത്തിലാണ് ടെയിൽ ബോർഡ് വരുന്നത്. ഇനി ടൈഫോയിഡ് നമുക്കറിയാം, ഒരു സീരിയസ് ഇൻഫെക്ഷൻ ആണ് അല്ലെ, ശാരീരിക അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു പനിയാണ് ടൈഫോയിഡ് എന്ന് പറഞ്ഞത്. റിസ്റ്റ് എന്താ? റിസ്റ്റ് ടു ജോയിന്റ് കണക്ടിങ് ദ ഹാൻഡ് ടു ദി ഫോറാം അല്ലേ, അതായത് കൈക്കുഴ. കൈക്കുഴ അതായത് കൈപ്പത്തിയില്ലേ, അങ്ങനെ ഒന്ന് കൈപ്പത്തി നോക്ക്. അതേപോലെ തന്നെ കൈപ്പത്തി അതിന്റെ മുൻകൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് അല്ലെ, മണിബന്ധം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഈ കൈപ്പത്തി, അങ്ങനെ കൈപ്പത്തിയും അതേപോലെ തന്നെ നമ്മുടെ മുൻവശത്തുള്ള കയ്യേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? റിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് പോകുന്നവർക്കറിയാം അല്ലെ, റിസ്റ്റ് ഇങ്ങനെ ആക്കാന്ന് പറയില്ലേ. നമ്മളപ്പോൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നീക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? റിസ്റ്റിന് ഇങ്ങനെ ആക്കും അല്ലേ. ഇനി അടുത്ത എന്താണ്? സൈമോസിസ്. സൈമോസിസ് എന്താ? ഒരുതരം പകർച്ചവ്യാധിയാണ് കേട്ടോ. റെയർ ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആണ്, ശരീരത്തിൽ അണുബാധ മൂലമുണ്ടാകുന്ന ഒരു അപൂർവമായ ഒരു പകർച്ചവ്യാധിയാണ് ഇത് സൈമോസിസ് എന്ന് പറയുന്നത്. സൈമോസിസ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താഴെ കമന്റുകളൊക്കെ ഇടുക, ടെലിഗ്രാമിലൊക്കെ ജോയിൻ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്